everyone, this is Basil. Welcome to EduGarnet. Today we are going to discuss about future events. Today we are going to discuss. ഏത് ടെൻസ് ആണ്? നമ്മൾ പഠിച്ച ടെൻസ് ഫോംസ് ആണോ അതോ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ ഇവൻ്റ് ആണോ? We are going to discuss. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്നാണോ? We are going to discuss എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്തിനെക്കുറിച്ച്? ഫ്യൂച്ചർ ഇവൻസിനെ കുറിച്ച്. ഫ്യൂച്ചർ ഇവൻസ് അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് ടെൻസ് ഉപയോഗിച്ചാണ് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞത്? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പ്രസൻറ്റ് പഠിച്ചു, പാസ്റ്റ് പഠിച്ചു, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണോ? അതല്ലെങ്കിൽ ദ പ്ലെയിൻ അറൈവ്സ് അറ്റ് 6:15. The train arrives at 6:15. ഫ്യൂച്ചർ ടെൻസ് ആണോ? No. Next Friday, അടുത്ത ഫ്രൈഡേ at 4 o'clock there is an exam. Next Friday at 4 o'clock there is an exam. അടുത്ത ഫ്രൈഡേ 4 മണിക്ക് ഒരു എക്സാമിനേഷൻ ഉണ്ട്. ഭാവിയിലെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത് രണ്ടും. പ്ലെയിൻ്റെ കാര്യമാണെങ്കിലും എക്സാമിൻ്റെ കാര്യമാണെങ്കിലും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഫോം ദ പ്ലെയിൻ അറൈവ്സ്, നമ്മൾ ഓൾറെഡി അതുമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. സബ്ജക്റ്റും വെർബും മാത്രം ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ അതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചും നമ്മൾക്ക് ഒരു ഫ്യൂച്ചർ ഈവൻറ്റ് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് സിമ്പിൾ പ്രസൻറ്റ്. നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഫാക്റ്റ് പറയാൻ, ഒരു യാഥാർത്ഥ്യം പറയാൻ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഒരു ഡെയിലി റുട്ടീൻ പറയാൻ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ദിനചര്യകൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണല്ലോ ഉപയോഗിച്ചത്. ഫ്യൂച്ചർ സംസാരിക്കുമ്പോൾ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഫ്യൂച്ചർ ടെൻസിന് പകരം സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ഫാക്റ്റ് സംസാരിക്കാൻ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാമെന്നുള്ളത്. അതുപോലെ നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾഡ് ആയിരിക്കും. അതായത് ഒരു ഫ്ലൈറ്റ് വരാൻ പോകുന്ന സമയം ഓൾറെഡി ഷെഡ്യൂൾഡ് ആയിരിക്കും. അതൊരു കലണ്ടർ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഷെഡ്യൂളാണ്. നിങ്ങൾക്കൊരു എക്സാമിനേഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണം, ദെൻ എക്സാമിനറിനെ തീരുമാനിക്കണം, അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് റൂമുകൾ അല്ലെങ്കിൽ സ്കൂള്, കോളേജ് ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾഡായിരിക്കും. ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു ഫ്യൂച്ചർ ഇവൻറ്റ് പറയാൻ സാധിക്കും. ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. നമ്മൾ ഓൾറെഡി സിമ്പിൾ പ്രസൻറ്റിൽ പഠിച്ച കാര്യമാണിത്. സോ സിമ്പിൾ പ്രസൻറ്റ്, ദ പ്ലെയിൻ അറൈവ്സ് അറ്റ് 6:15. The plane arrives at 6:15. So സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണ്. ഒരു പ്ലെയിൻ അല്ലേ ഉള്ളൂ, എറോപ്ലെയിൻ ഒന്നല്ലേ ഉള്ളൂ. സോ പ്ലെയിൻ എത്തിച്ചേരും, അറൈവ്സ് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലറായി അറൈവ്, സിമ്പിൾ പ്രസൻറ്റ്. നെക്സ്റ്റ് ഫ്രൈഡേ, അടുത്ത ഫ്രൈഡേ ആണ് 4 മണിക്ക് at 4 o'clock there is an examination. Simple present, there is an examination. ഒരു എക്സാമിനേഷൻ ഉണ്ട്, there is an examination. So ഇതും ഒരു ഷെഡ്യൂൾഡായ കാര്യമല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ലേ? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് ഷെഡ്യൂളായ ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ സാധിക്കും. സോ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് ഒരു ഫ്യൂച്ചർ ഇവൻ്റ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഭാവിയിലെ ഒരു കാര്യം പറയാൻ സാധിക്കുന്നത്. ഭാവിയിലെ ഒരു കാര്യം ഷെഡ്യൂൾഡാണെങ്കിൽ, എക്സാം അല്ലെങ്കിൽ നമ്മളുടെ യാത്ര, ഇതെല്ലാം ഷെഡ്യൂൾഡാണെങ്കിൽ നമുക്ക് ഓൾറെഡി സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് അത് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ച് നമുക്കൊരു ഫ്യൂച്ചർ ഇവൻറ്റ് പറയാൻ സാധിക്കുമോ എന്നുള്ളത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നൗ വി ആർ ഡിസ്കസിങ്. ഈസ് ഓർ ആം ഓർ ആൽ പ്ലസ് വെർബ് പ്ലസ് ING ഫോം ആണല്ലോ പ്രസൻറ്റ് കണ്ടിന്യൂസ്. നൗ വി ആർ ഡിസ്കസിങ്, ഐ ആം ടീച്ചിങ്, ഇതെല്ലാം പ്രസൻറ്റ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഫ്യൂച്ചർ ഇവൻ്റ് അല്ലല്ലോ, അല്ല. ഐ ആം ടീച്ചിങ്,
You are watching. She is listening. It is working. The camera is working. The fan is rotating. It is rotating. So this is present continuous. Is, am, are അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വെർബിൻ്റെ ing ഫോം ഉപയോഗിക്കുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing ഫോം. സോ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഭാവിയിലെ ഒരു കാര്യവും സൂചിപ്പിക്കാൻ സാധിക്കും. സോ ഫ്യൂച്ചർ ഇവൻറ്റ് സൂചിപ്പിക്കാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാൻ സാധിക്കും. നോക്ക്, ഐ ആം മീറ്റിംഗ് അലൻ അറ്റ് 2 o'clock. ഇന്ന് 2 മണിക്ക് ഞാൻ അലനെ മീറ്റ് ചെയ്യും. ഓൾറെഡി ഞാൻ മീറ്റിങ്ങിന് തയ്യാറാണ് അല്ലെങ്കിൽ അലനുമായി പ്രിപ്പയർഡ് ആണ്. സോ യു ക്യാൻ സേ ഐ ആം മീറ്റിംഗ്. ദിസ് ഇസ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് സിമ്പിൾ ഫ്യൂച്ചർ വി ക്യാൻ യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ആക്ഷൻ. ഒരു ഭാവിയിലെ ആക്ഷൻ, ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് വെച്ച് ഉപയോഗിക്കാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് വെച്ച് ഉപയോഗിക്കാം. ഇനി ഒരു കാര്യം കൂടി നോക്കൂ, ഗോയിങ് ടു ഉപയോഗിച്ചും നമുക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഗോയിങ് ടു, I am going to swim. I am going to swim. We are going to discuss. We are going to discuss. So ഈ going to ഉപയോഗിച്ചും നമുക്ക് ഒരു ഫ്യൂച്ചർ ഇവൻറ്റിനെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, നമുക്ക് അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. സോ ഓൾറെഡി നമ്മൾ അതിനുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോയിങ് ടു ഉപയോഗിച്ച് നമുക്കത് പറയാം. സി ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ആം ഗോയിങ് ടു ലീവ്. ഐ ആം ഗോയിങ് ടു ലീവ്. ഞാൻ പോകാൻ പോകുകയാണ്. ഐ ആം ഗോയിങ് ടു ലീവ്. ദാറ്റ് മീൻസ് ഓൾറെഡി I planned or I am going to fly. I am going to fly. That means ഓൾറെഡി ഞാനത് ഷെഡ്യൂൾഡ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്കതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. സോ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുമെന്ന് തീർച്ചയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഗോയിങ് ടു. ഇപ്പം എല്ലാ ക്ലാസ്സിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ ഗോയിങ് ടുവിന് ശേഷം പിന്നീട് വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സ്വിം. വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്ന് പറയുന്ന ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. സോ we are going to discuss എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വി ഹാവ് ദ ഇൻറ്റൻഷൻ ടു എക്സ്പ്ലെയിൻ. ഓൾറെഡി നമ്മൾ പ്രീ പ്ലാൻഡ് ആണ്, നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ദാറ്റ് മീൻസ് ഇൻ ഓർഡർ ടു സേ എ ഫ്യൂച്ചർ ഈവൻറ്റ്, നമുക്കൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗോയിങ് ടു ഉപയോഗിക്കാം. സോ നമ്മൾ പഠിച്ചത് ഗോയിങ് ടു ഉപയോഗിച്ച് ഫ്യൂച്ചർ ഇവൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് ഫ്യൂച്ചർ ഇവൻറ്റ് പറയാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചും ഫ്യൂച്ചർ ഇവൻറ്റ് പറയാം. ഇത് നമ്മൾക്ക് മറ്റു ടെൻസുകൾ നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ഭാവിയിലെ ഒരു കാര്യം പറയാൻ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഓൾറെഡി ഫ്യൂച്ചർ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാൻ അവിടെ ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങൾ കൂടിയുണ്ട് എന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പങ്കുവെച്ചത്. സോ നമുക്ക് അടുത്തതായിട്ട് ഫ്യൂച്ചർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് നോക്കാം. സോ നമ്മൾ ഫ്യൂച്ചർ ഇവൻറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചർ ഇവൻറ്റ്സ് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ച് പറയുമ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ വിയുടെ കൂടെയും ഐയുടെ കൂടെയും ഷാലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വി ഷാൽ ഗോ ഓർ ഐ ഷാൽ ഗോ. ഇങ്ങനെയുള്ള ഷാലായിരുന്നു നമ്മൾ ഐയുടെയും വിയുടെയും കൂടെ ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ വില്ലാണ് ഉപയോഗിക്കുന്നത്, ഹി വിൽ, ഷീ വിൽ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ, അതായത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഐയുടെ കൂടെ ഷാൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പല യൂസേജുകളിലും വിൽ ഉപയോഗിച്ച് പറയുന്നത് കേൾക്കാറുണ്ട്. ഐ വിൽ ഗോ ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഐ ഷാൽ ഗോ, നമ്മൾ ഐ വിൽ ഗോ എന്ന് ഉപയോഗിക്കാറുണ്ട്. സോ നമുക്ക് വിൽ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി. അതൊരു തീർച്ച കൂടിയാണ്, അതായത് നമ്മളുടെ ഒരു ദൃഢത കൂടി കാണിക്കുന്നതാണ്. ഐ വിൽ ഗോ ദെയർ, ഞാൻ അവിടെ പോകും. സോ ഫ്യൂച്ചറിലെ കാര്യമാണല്ലോ, ഭാവിയിലെ കാര്യമാണല്ലോ നമുക്ക് പറയാനുള്ളത്. ഐ വിൽ ഗോ ദെയർ, ഷീ വിൽ, ഹി വിൽ, ദേ വിൽ, യു വിൽ. സോ നമ്മൾ യു വിൽ, ദേ വിൽ, ഹി വിൽ, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് ബേസ് ഫോമാണ്. അപ്പോൾ ഐയുടെ കൂടെ ഷാലും വിയുടെ കൂടെ ഷാലുമാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്, തെറ്റൊന്നുമല്ല, അതാണ് കൂടുതൽ ശരി. പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഗ്രാമറിന് അതിന് പ്രാധാന്യം നൽകാറില്ല. നമ്മൾ ഐ വിൽ അല്ലെങ്കിൽ വി വിൽ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഹി വിൽ ഗോ,
he will go. അവൻ പോകും. അവൻ പോകും. He will go. He will go. She will come. അവൾ വരും. She will come. She will come. So അവൾ വരും. She will come. അവൻ വരും. He will go. Sorry, അവൻ പോകും. He will go. They will go. You will go. I will study. I will study. This means ഇവിടെ will ഉപയോഗിക്കുന്നത് ഞാൻ പഠിക്കുമെന്ന് എനിക്ക് തീർച്ചയാണ്, എൻ്റെ ഇൻറ്റൻഷനാണ്, എൻ്റെ ശക്തമായ നിലപാടാണ് പറഞ്ഞത്. I will study. I will play. I will go. I will teach. എല്ലാം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം, ഭാവിയിൽ നടക്കും. I will swim. I will read. I will run. So this indicates that ഫ്യൂച്ചറിൽ കാര്യം, ഭാവിയിലെ ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ ആയാലും ഹീയുടെ കൂടെ ആയാലും ഷീയുടെ കൂടെ ആയാലും ദേയുടെ കൂടെ ആയാലും നമുക്ക് will ഉപയോഗിക്കാം. സോ will ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഗോ അല്ലെങ്കിൽ സ്വിം, ടീച്ച്, സ്റ്റഡി എന്നാണ് ഉപയോഗിക്കുന്നത്. സ്റ്റഡിങ് എന്നൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ് പറഞ്ഞത്. സോ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് നമുക്ക് ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ, അപ്പോൾ ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് വില്ല് കഴിഞ്ഞിട്ട് ബേസ് ഫോം ഉപയോഗിച്ചാൽ മതി. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ചെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. I think he will get a promotion next month. എനിക്ക് തോന്നുന്നു അവന് ഒരു പ്രമോഷൻ അടുത്ത മാസം കിട്ടും. He will get a promotion next month. They will not come. വരില്ല, അവർ വരില്ല. They will not come. I will wear my green shirt. ഞാൻ എൻ്റെ ഗ്രീൻ ഷർട്ട് വിയർ ചെയ്യാൻ പോവുകയാണ്. സോ ദിസ് ഫ്യൂച്ചർ ഇവൻ്റ് നമ്മൾ വില്ല് ഉപയോഗിച്ച് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയ ഒരു തീരുമാനമായിരിക്കും. പെട്ടെന്ന് സ്പോണ്ടേനിയസ് മീൻസ് പെട്ടെന്ന് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. ഞാനിപ്പോൾ ഗ്രീൻ ഷർട്ട് ഇടാൻ പോവുകയാണ്. സോ നമ്മളിത് പെട്ടെന്ന് തീരുമാനിക്കുന്നതിന് നമ്മൾ വില്ല് ഉപയോഗിച്ച് പറയും. ഇനി നമുക്ക് ഷാലിൻ്റെ ഉപയോഗം നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷാൽ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോൾ ഉപയോഗിക്കില്ല എന്ന്. എന്നാൽ ഇപ്പോഴും ചില സ്ഥലത്ത് നമ്മൾ ഷാൽ ഉപയോഗിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ഷാല് നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നമ്മൾ ഒഴിവാക്കാറുണ്ട്. അതിന് പകരം നമ്മൾ will ആണ് ഉപയോഗിക്കുന്നതെന്ന്. എക്സാമ്പിൾ പറഞ്ഞാൽ we shall go, നമുക്ക് പോകാം. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ we will go എന്ന് ഉപയോഗിക്കാം. we will go, ഞങ്ങൾ പോകും, നമ്മൾ പോകും എന്ന് ഉപയോഗിക്കാം. we will go എന്ന് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് പോകാം എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പൊളൈറ്റായിട്ട് നമുക്ക് അവിടം വരെ പോകാം എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരാറുണ്ടല്ലോ. സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ചിലപ്പോൾ ചോദിക്കാം നമുക്ക് അവിടം വരെ പോകാം, അല്ല ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പൊളൈറ്റ്നെസ് ആവശ്യമാണല്ലോ. ആ പൊളൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഷാലിനെ ചോദ്യമാക്കി നമ്മൾ ഉപയോഗിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ചോദ്യമാക്കേണ്ടത് എന്നുള്ളത്. സോ ഈ ഷാലിനെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ചോദ്യമായി. ഷാൽ വി ഗോ, നമുക്ക് പോകാം. ഷാൽ വി ഗോ കണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഷാൽ വി ഗോ, അതിന് പകരം നമ്മളിങ്ങനെ വി വിൽ ഗോ, ഇച്ചിരി കൂടി അരഗൻസായി, ധാർഷ്ട്യമായി. ഷാൽ വി ഗോ, നമുക്ക് പോകാം. ഷാൽ വി ഗോ. സോ ദിസ് ഇസ് പൊളൈറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇംഗ്ലീഷ് ഒരു പൊളൈറ്റ് ലാംഗ്വേജ് ആണ്. സോ ഷാൽ വി ഗോ. ആൻഡ് ഐ ഷാൽ കം, ഞാനും വരാം. അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയല്ലേ ഷാൽ ഐ കം, ഞാനും വന്നോട്ടെ. ഷാൽ ഐ കം വിത്ത് യു, ഷാൽ ഐ കം വിത്ത് യു. സോ this way we can use shall. That means if you want to ask a question with I or we, then you can use shall. Shall we go? Shall I come with you? Well, so this way you can use shall to ask any questions politely. So നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് വില്ലും ഉപയോഗിച്ച് ഒരു സിമ്പിൾ ഫ്യൂച്ചർ പറയുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓൾറെഡി നമുക്ക് സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഇഫ് വി പ്ലാൻഡ്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഷെഡ്യൂൾഡ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. നമുക്ക് ടെൻസിൽ എല്ലാ ടെൻസ് ഫോംസ് ഒന്നും നോക്കണ്ട, നമുക്ക് സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സോ
ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും നമുക്ക് യൂസേജിൽ വരാറില്ല. കാരണം നമ്മൾ ഒരിക്കലും സംസാരിക്കുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും സംസാരിക്കേണ്ടി വരാറില്ല. അതിന് പകരം നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ തന്നെ സംസാരിച്ച് നിർത്താം പല കാര്യങ്ങളും എന്നുള്ളത് കൊണ്ട്. സോ വി ക്യാൻ സ്റ്റഡി സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ സമയത്ത് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാം? നാളെ ഈ സമയത്ത് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ നാളെ പാട്ട് പാടും എന്ന് പറയാനാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ മതി. നാളെ ഈ സമയത്ത് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നാളെ ഈ സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാണ്, നടന്നുകൊണ്ടിരിക്കും എന്ന് പറയാനാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് നോക്കാം. At 8 o'clock tomorrow evening, Chitra will be singing on the radio. നാളെ വൈകിട്ട് 8 മണിക്ക് ചിത്ര പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും റേഡിയോയിൽ. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും കണ്ടിന്യൂസ് ആക്ഷൻ ആണല്ലോ, പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഉപയോഗിക്കാൻ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പാടാനാണെങ്കിലോ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നിങ്ങനെ നമ്മൾ പറയും പ്രസൻറ്റ് കണ്ടിന്യൂസിൽ. ചിത്ര ഈസ് സിംഗിങ് നൗ. ചിത്ര ഈസ് സിംഗിങ് നൗ. ഇന്നലെ ഒരു നേരത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചിത്ര പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ചിത്ര വാസ് സിംഗിങ്. ചിത്ര വാസ് സിംഗിങ്. ചിത്ര ഈസ് സിംഗിങ്. ഇപ്പോൾ ചിത്ര പാടിക്കൊണ്ടിരിക്കുന്നു. ചിത്ര വാസ് സിംഗിങ്. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇന്നലെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാളെ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാം? ചിത്ര വിൽ ബി സിംഗിങ്. ചിത്ര വിൽ ബി സിംഗിങ്. ചിത്ര വിൽ ബി സിംഗിങ്. വേറെ എക്സാമ്പിൾ നോക്ക്. നീ അവിടെ ചെല്ലുമ്പോഴേക്കും നിൻ്റെ സഹോദരി നിന്നെ കാത്തു നിൽക്കുകയായിരിക്കും. നീ അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ സഹോദരി നിന്നെ കാത്തു നിൽക്കുകയായിരിക്കും. ഇങ്ങനെ ഒരു യൂസേജ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമല്ലോ. നീ അവിടെ ചെല്ലുമ്പോൾ അവർ കാത്തിരിക്കുമായിരിക്കും കേട്ടോ എന്ന് നമുക്ക് പറയണമല്ലോ. എങ്ങനെ പറയും? യുവർ എൽഡർ സിസ്റ്റർ വിൽ ബി വെയിറ്റിംഗ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. വിൽ ബി വെയിറ്റിംഗ്. will be singing. So your elder sister will be waiting for you at Delhi station when you get there. നീ ഡൽഹിയിൽ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ഡൽഹി സ്റ്റേഷനിൽ എത്തിച്ചേരുമ്പോൾ അവൾ കാത്തിരിക്കുകയായിരിക്കും. യുവർ എൽഡർ സിസ്റ്റർ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. യുവർ എൽഡർ സിസ്റ്റർ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. അപ്പം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ഇനി അവൾ കാത്തിരിക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഫ്യൂച്ചറിൽ പറയാനാണ്. അവൾ കാത്തിരിക്കും. അവൾ കാത്തിരിക്കുന്നുകൊണ്ടായിരിക്കും എന്നല്ല, അവൾ കാത്തിരിക്കും എന്നുള്ള ഷീ വിൽ വെയിറ്റ്. ഷീ വിൽ വെയിറ്റ്. ദിസ് ഇസ് സിമ്പിൾ ഫ്യൂച്ചർ. ഷീ വിൽ വെയിറ്റ്. ഷീ വിൽ വെയിറ്റ്. അറ്റ് 8 o'clock tomorrow evening, ചിത്ര വിൽ ബി സിംഗിങ്. ചിത്ര പാടിക്കൊണ്ടിരിക്കും. ചിത്ര പാടുന്നത് എങ്ങനെയാണ്? ചിത്ര വിൽ സിംഗ്. ചിത്ര വിൽ സിംഗ്. സിമ്പിൾ ഫ്യൂച്ചർ. സോ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഫ്യൂച്ചർ ഇവൻറ്റ് പറയാൻ സാധിക്കും. ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിച്ച് ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും നമുക്ക് സാധിക്കും. സോ ദിസ് ഈസ് ഫ്യൂച്ചർ ഇവൻറ്റ് ഉപയോഗിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പപ്പെടുന്നത് സിമ്പിൾ ഫ്യൂച്ചറും ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസുമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചും എങ്ങനെയാണ് ഫ്യൂച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് നിങ്ങൾക്കിപ്പോൾ എല്ലാ ടെൻസുകളും ഓക്കെ ആയി, നിങ്ങൾ പഠിച്ചു എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ എന്ന് നമ്മൾ നോക്കി. ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ആയാലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയാലും പ്രസൻറ്റ് പെർഫെക്റ്റ് ആയാലും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും സിമ്പിൾ പാസ്റ്റ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും സിമ്പിൾ ഫ്യൂച്ചർ ആയാലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഇനി നമുക്കൊരു സെഷൻ നോക്കാം. അതായത് എങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ഒരു ഗെയിമായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കാരണം എവിടെ ഉപയോഗിക്കണം എന്ന് വരുമ്പോഴാണ് നമ്മൾക്കതിൻ്റെ ഗുണം മനസ്സിലാകുന്ന, നമ്മൾ പഠിച്ചതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. കാരണം നമ്മളിത് പഠിച്ചു വെക്കുന്നത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് പഠിപ്പിച്ചില്ല നിങ്ങളെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിപ്പിച്ചില്ല, അതല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിപ്പിച്ചില്ല. ബിക്കോസ് ഗ്രാമാറ്റിക്കലി അത് നമുക്ക് വേണം. അതായത് ഇപ്പോൾ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇത് വേണം. പക്ഷേ നമുക്ക് സ്പീക്കിങ്ങിൽ നമുക്കതിൻ്റെ അത്യാവശ്യമില്ല. കാരണം നമുക്ക് അതില്ലാതെ തന്നെ മറ്റ് ടെൻസുകൾ കൊണ്ട് ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൺ വിത്ത് ടെൻസസിലേക്ക് കിടക്കാം.